ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് എന്തുപറ്റി? കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിൽ അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായി. പത്രവാർത്തകളിലോ ടിവിയിലോ വലിയ ചടങ്ങുകളിലോ ഷീ ഉണ്ടായിരുന്നില്ല. ഈ അഭാവം ചൈനയിൽ വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ടത് പഴയ ഷീയെ ആയിരുന്നില്ല. ബെലാറസ് പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ക്ഷീണിതനും അസുഖബാധിതനുമായാണ് ഷീയെ കണ്ടത്. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം പകുതിയായി കുറച്ചു. എന്തിലധികം ചൈനീസ് സ്റ്റേറ്റ് ടിവി അദ്ദേഹത്തിന്റെ പദവികളൊന്നും ചേർക്കാതെ പേര് മാത്രം വിളിച്ച് അഭിസംബോധന ചെയ്തു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഷീ ദുർബലനാകുമ്പോൾ ചൈനയിൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നു. സൈന്യത്തിൽ യഥാർത്ഥ അധികാരം ഇപ്പോൾ ജനറൽ ഷാങ് യൂഷ്യയുടെ കൈകളിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഷിയോട് വിശ്വസ്തരായിരുന്ന പല ജനറൽമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഷിയുടെ പിൻഗാമിയായി പരിഷ്കരണവാദിയായ വാങ് യാങ്ങിന്റെ പേരും ഉയർന്നു കേൾക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ? ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലാണ്. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ 15% കൂടുതലാണ്. ഭീമമായ കടവും രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളും സർക്കാരിന് തലവേദനയാകുന്നു. ഈ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഷിയുടെ അധികാരത്തിന് ഇളക്കം തട്ടാൻ കാരണം. രാജ്യത്തിനകത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ ചൈന അത് മറികടക്കാൻ അയൽ രാജ്യങ്ങളുമായി പ്രകോപനം സൃഷ്ടിക്കുന്നത് പതിവാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്ക്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ പുതിയ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട്. അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ ചൈനയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും കൃത്യമായി അറിയില്ല. പക്ഷേ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനകളാണ് എല്ലായിടത്തു നിന്നും വരുന്നത്. പദവികൾ നിലനിൽക്കുമ്പോഴും അധികാരം ഷീ ജിൻപിങ്ങിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണോ? ലോകം ഉറ്റുനോക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.